ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഇലക്ഷൻ കമ്മീഷൻ, PI, AMCA, സേല ടണൽ, അയർലൻഡ്സ് റഫറൻഡം, അബുദാബി മീറ്റിംഗ് ഓഫ് WTO, പ്ലേസസ് ഇൻ ന്യൂസായിട്ട് പെസിസിർ സെലാട്ടൻ റീജൻസി. അപ്പോൾ ഇതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ്. സോ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനകത്തുള്ള, അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു 3 മെമ്പർ ബോഡിയാണ്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഒരു ഇലക്ഷൻ കമ്മീഷൻ റീസെൻ്റ്ലി ഒരു ഇലക്ഷൻ കമ്മീഷണർ റിട്ടയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിലുണ്ടായിരുന്നത് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും മറ്റൊരു ഇലക്ഷൻ കമ്മീഷണറും മാത്രമായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലാത്ത ഇലക്ഷൻ കമ്മീഷണർ ഒരാൾ ഇപ്പോൾ റീസെൻ്റ്ലി റിസൈൻ ചെയ്തിട്ടുണ്ട്, ഇന്നലെ റിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും ഇതിനെക്കുറിച്ചിട്ടുള്ള വാർത്തകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വാർത്ത എടുത്തേക്കുന്നത് ഹിന്ദുവിൻ്റെ പേജ് 1 നിന്നാണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇതിനു മുമ്പ് നമ്മൾ ഡെയിലി ന്യൂസ് ചാനൽസിന് അത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് കൂടാതെ നിങ്ങൾ നിങ്ങളുടെ പൊളിറ്റി ക്ലാസ്സുകൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. സോ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 15 പാർട്ട് 15 ആർട്ടിക്കിൾ 324 തൊട്ട് 329 വരെയുള്ള ആർട്ടിക്കിളുകളിൽ പറയുന്നത് ഇലക്ഷൻസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ പൊതുവിൽ തിരഞ്ഞെടുപ്പുകളെ കുറിച്ചാണ്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു പാർട്ടിനകത്താണ് ആർട്ടിക്കിൾ 324 ഇന്ത്യയിൽ, നമുക്കറിയാം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. സോ ഒരു ജനാധിപത്യ രാജ്യത്തിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻസ് നടക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ഇലക്ഷൻസ് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓട്ടോണമസ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. സോ ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെക്കുറിച്ച് പറയുന്നത്. സോ ആർട്ടിക്കിൾ 324 പറയുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ അതിൽ പറയുന്നത് ഇന്ത്യൻ പ്രസിഡൻറ്റിന് ഒരു ഇലക്ഷൻ കമ്മീഷണറെ അല്ലെങ്കിൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ അഡീഷണൽ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അല്ലെങ്കിൽ മറ്റുള്ള ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. സോ അപ്പോൾ 1950 ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നതിന് ശേഷം 1989 വരെയുള്ള കാലഘട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സിംഗിൾ മെമ്പർ ബോഡി ആയിരുന്നു. അതിനകത്തൊരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 1988 വന്നിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ 1989 തൊട്ട് ഇന്ത്യയിലെ വോട്ടേഴ്സിൻ്റെ ഏജ് അതുവരെ 21 വയസ്സായിരുന്നത് 18 വയസ്സായിട്ട് ചുരുക്കുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ജോലികൾ വർദ്ധിച്ചത് കാരണം, ഈ ഫ്രാഞ്ചൈസിൻ്റെ അല്ലെങ്കിൽ വോട്ടേഴ്സിൻ്റെ ഏജ് കുറച്ചത് കാരണം ജോലി വർദ്ധിച്ചതുകൊണ്ട് തന്നെ ആ ഒരു ജോലി ഭാരം കൂടി കണക്കിലെടുത്തിട്ട് 1989 ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ കൂടാതെ മറ്റു 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും കൂടി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ അതോടുകൂടി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായി ഒരു മൾട്ടി മെമ്പർ ബോഡിയായിട്ട് മാറി, 3 പേരുള്ള ഒരു ബോഡിയായിട്ട് മാറി. പക്ഷെ അത് പിന്നീട് 1990 ആകുമ്പോഴേക്കും, അതായത് ഒരു 2-3 മാസം കഴിയുമ്പോഴേക്കും തന്നെ ഇത് പഴയ സ്ഥിതിയിലേക്ക് ആക്കുന്നുണ്ട്. അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമുള്ള ഒരു സിംഗിൾ മെമ്പർ ബോഡിയായിട്ട് മാറ്റുന്നുണ്ട്. പിന്നീട് 1993 വീണ്ടും ഇത് ഒരു മൾട്ടി മെമ്പർ ബോഡിയായിട്ട് മാറ്റുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ കൂടാതെ 2 അഡീഷണൽ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും കൂടി അപ്പോയിൻറ്റ് ചെയ്തിട്ട് ഒരു 3 മെമ്പർ ബോഡിയാക്കി മാറ്റുന്നത്. ആ സിസ്റ്റം ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ 3 പേരുണ്ടെങ്കിലും അതിനകത്ത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് എക്സ്ട്രാ അധികാരങ്ങളൊന്നുമില്ല. ഇതിനകത്ത് തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ കൺസെൻസസ് ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിലുമാണ്. അപ്പോൾ ഇത്തരത്തിൽ 3 പേര് ഇരിക്കുന്ന സമയത്ത് ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഈ കമ്മീഷൻ്റെ ചെയർമാനായിട്ടിരിക്കും എന്ന് മനസ്സിലാക്കുക. ബാക്കിയുള്ളവരുടെ അപ്പോയിൻമെൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ സർവീസ് കണ്ടീഷൻസുമായിട്ട് ബന്ധപ്പെട്ട് റീസെൻ്റ്ലി ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയുള്ള ഒരു ബില്ലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് PI കുറിച്ചാണ്. സോ PI എന്ന് പറയുന്നത് ഒരു പുതിയൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്ത് വരുന്ന ഒരു ചാറ്റ് ബോട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 21 ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ചാറ്റ് ബോട്ട് പ്ലസ് ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് ഇൻഫ്ലെക്ഷൻ AI എന്ന് പറയുന്നൊരു കമ്പനിയാണ് ഈ ഒരു ചാറ്റ് ബോട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മനുഷ്യരോട് കുറച്ചും കൂടി എംപത്തറ്റിക് ആയിട്ടുള്ള രീതിയിൽ, ഹെൽപ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള രീതിയിൽ യൂസേഴ്സിന് ഒരു കമ്പാനിയനിലേക്ക് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് നമ്മുടെ കൂടെ നിന്ന് ഒരാൾ സംസാരിക്കുന്ന പോലുള്ള ഒരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചാറ്റ് ബോട്ടാണ്, അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ചാറ്റ് ബോട്ട് ആണ് ഈ PI എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത്
വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 6 ഡിസ്റ്റിങ്ക്റ്റ് വോയിസുകളിൽ ഇതിൻ്റെ ചാറ്റ് ബോട്ടിൻ്റെ അസിസ്റ്റൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊരു പുതിയൊരു ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണെന്നാണ് ഇതിൻ്റെ ഡെവലപ്പേഴ്സ് അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് ഈ ഒരു ചാറ്റ് ബോട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു എയർ ടൂള് ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു വാസ്റ്റ് എമൗണ്ട് ഓഫ് ടെക്സ്റ്റുകളും അതുപോലെ തന്നെ ഓപ്പൺ വെബിൽ നിന്നുള്ള മറ്റുള്ള റിസോഴ്സസൊക്കെ കൂടി ഫീഡ് ചെയ്തിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്നും മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ എന്താണ് ഇതെന്നൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഇതിൻ്റെ പുതിയ ലേറ്റസ്റ്റ് വേർഷൻ റീസെൻ്റ്ലി റിലീസ് ചെയ്തിട്ടുള്ളത് ഇൻഫ്ലക്ഷൻ 2.5 എന്നുള്ള പേരിലാണ്. അപ്പോൾ അത് കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് എൻഹാൻസ്ഡ് ആയിട്ടുള്ള റിയൽ ടൈം വെബ് സെർച്ച് കേപ്പബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് AMCA കുറിച്ചാണ്, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ്. സോ ഈ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റിനെ കുറിച്ച്, അതായത് ഇന്ത്യയുടെ ഒരു നെക്സ്റ്റ് ജനറേഷൻ ഇന്ത്യ ഇൻഡിജീനിയസ്ലി ഡെവലപ്പ് ചെയ്യുന്ന ഇന്ത്യയുടെ ഒരു നെക്സ്റ്റ് ജനറേഷൻ കോമ്പാറ്റ് എയർക്രാഫ്റ്റാണ് AMCA എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 21 അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഒരു 15,000 crore rupees അല്ലെങ്കിൽ 15,000 കോടി രൂപ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി റീസെൻ്റ്ലി അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തൊരു 5 to 10 ഇയേഴ്സിനകത്ത് ഒരു 2032 ആകുമ്പോഴേക്കും ഈ ഒരു എയർക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്ത് അത് സർവീസിലേക്ക് ഇൻഡക്റ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിക്കും എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക. സോ ഇപ്പോൾ ഈ AMCA എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എന്നാണ്. അതായത് ഇത് ഒരു 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഇന്ത്യ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ദ വെരി ഫസ്റ്റ് 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ് AMCA എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റുകൾ അല്ലെങ്കിൽ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ഡിഫൻസ് എക്യുപ്മെൻറ്റുകളിൽ വാസ്റ്റ് മെജോറിറ്റി നമ്മൾ പുറത്തുനിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിക്കൊക്കെ ഒരു ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ, എസ്പെഷ്യലി ഇന്ത്യ ഒരു റീജിയണൽ പവറൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ അത്ര സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു മോഡലോ അല്ലെങ്കിൽ അത്ര ഒരു നല്ല രീതിയോ അല്ല അത്. അപ്പോൾ നമുക്ക് ഇന്ത്യക്ക് കുറേയൊക്കെ ഇൻഡിജിനൈസേഷൻ പറ്റിയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് ഷിപ്പ് ബിൽഡിംഗ് ആണ്, പിന്നെ നമ്മുടെ മിസൈൽ ടെക്നോളജിയാണ്. അതർ ദാൻ ദാറ്റ് നമ്മുടെ ഇന്ത്യൻ ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും യൂസ് ചെയ്യുന്ന എക്യുപ്മെൻസിൽ വലിയൊരു ശതമാനം നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ്. നമ്മുടെ എസ്പെഷ്യലി ഇപ്പോൾ എയർഫോഴ്സിൻ്റെ കേസിൽ ഇന്ത്യൻ എയർഫോഴ്സ് യൂസ് ചെയ്യുന്ന എയർക്രാഫ്റ്റുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് തേജസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇന്ത്യൻ എയർഫോഴ്സ് യൂസ് ചെയ്യുന്ന എല്ലാ കോമ്പാറ്റ് എയർക്രാഫ്റ്റുകളും നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നതാണെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ അതിനകത്ത് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള എയർക്രാഫ്റ്റുകളാണ് സുഖോയ് 30 MKA ഒക്കെ HAL ആണ്, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ആണ് അത് നിർമ്മിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ആ ടെക്നോളജി സോവിയറ്റ് യൂണിയൻ്റെ അല്ലെങ്കിൽ റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ടെക്നോളജി ട്രാൻസ്ഫറിലൂടെയാണ് ഇന്ത്യയിൽ വെച്ച് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കൊരു ഇൻഡിജീനിയസ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു നിലക്കാണ് ഇപ്പോൾ ഇത് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അതുകൂടാതെ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു സാങ്ഷൻഡ് കേപ്പബിലിറ്റി ഉണ്ട്. ഏകദേശം 42ഓളം സ്ക്വാഡ്രൻസ് ഇന്ത്യൻ എയർഫോഴ്സിന് വിമാനങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിന് വേണമെന്നാണ് നമ്മുടെ സാങ്ഷൻഡ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ അത് നിയർലി 30 സ്ക്വാഡ്രൻസ് ഇന്ത്യയിൽ ഇപ്പോൾ ഓപ്പറേഷണൽ എയർക്രാഫ്റ്റുകൾ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരേ സമയം വെസ്റ്റേൺ ബോർഡറിൽ പാകിസ്ഥാനെയും നോർത്തേൺ ബോർഡറിൽ ചൈനനെയും നേരിടാനുള്ള കേപ്പബിലിറ്റി ഇന്ത്യൻ എയർഫോഴ്സിന് നിലവിലില്ല എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ സാങ്ഷൻഡ് കേപ്പബിലിറ്റിനെക്കാട്ടിലും ഏകദേശം 50% കുറവാണ്, അല്ലെങ്കിൽ ഒരു 30% കുറവാണ് ആക്ച്വൽ നമ്മുടെ കോമ്പാറ്റ് എയർക്രാഫ്റ്റുകളുടെ ഇൻവെൻട്രി എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഈ പറയുന്ന ഈ 30ഓളം വരുന്ന ഇപ്പോൾ പ്രാക്ടിക്കലി നമ്മുടെ കയ്യിലുള്ള സ്ക്വാഡ്രൻസിൽ ഒരുപാടെണ്ണം ഏജ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളാണ്. ഇപ്പോൾ MiG-21, അതുപോലെ തന്നെ ജാഗ്വാർ, മിറാഷ് 2000, ഇതെല്ലാം തന്നെ ഗ്രാജുവലി എങ്കിലും നമ്മൾ ഫേസ് ഔട്ട് ചെയ്യേണ്ട എയർക്രാഫ്റ്റുകളാണ്. അതിനകത്ത് MiG-21 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1950s തൊട്ടുള്ള ഒരു എയർക്രാഫ്റ്റാണ്. അപ്പോൾ അത്രയും ഓൾഡാണ്. ഇന്ത്യ അല്ലാതെ വേറെ ലോകത്ത് ഒരു രാജ്യവും അത് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആയിട്ട് നിലവിൽ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ തേജസിൻ്റെ പ്രൊഡക്ഷനൊക്കെ ഇപ്പോൾ കൂട്ടുന്നതും അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ അഡ്വാൻസ്ഡ് എയർക്രാഫ്റ്റുകൾ നമ്മൾ വിളിക്കുന്ന സുഖോയ് 30 MKA പോലുള്ള എയർക്രാഫ്റ്റുകൾ ഒരു അടുത്ത 10 വർഷം 15 വർഷത്തിനകത്ത് നമ്മൾ ഗ്രാജുവലി അതും റിട്ടയർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു നെക്സ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റ് ആയിട്ട്
ഈ AMCA എന്ന് പറയുന്ന പുതിയ പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ്. ഇന്ത്യയുടെ കയ്യിലുള്ള ബാക്കിയുള്ള എയർക്രാഫ്റ്റുകളെല്ലാം തന്നെ ഒരു 4th ജനറേഷനോ അല്ലെങ്കിൽ 4.5 ജനറേഷൻ അല്ലെങ്കിൽ 4.5 ജനറേഷൻ എന്ന് പറയുന്ന കാറ്റഗറി പെടുന്നതാണ്. അപ്പോൾ ഇത് 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണഗതിയിൽ ഇന്നത്തെ ലോകത്തിലെ രാജ്യങ്ങളുടെ കയ്യിൽ കാണുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളുടെ സിമിലർ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഇതിനുണ്ടാവും എന്ന് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, ഇതൊരു സ്റ്റെൽത്ത് കേപ്പബിലിറ്റി ഉള്ള എയർക്രാഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഫ്ലൈ ബൈ വയർ പോലുള്ള കേപ്പബിലിറ്റീസ് ഉണ്ടാവും. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏവിയോണിക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ഹൈലി ആംബീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. കാരണം ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് നിയർ ടു സീറോ ആണ്, വിത്ത് ദി എക്സെപ്ഷൻ ഓഫ് തേജസ്. അപ്പോൾ അതിൻ്റെ വലിയൊരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിലവിലെ അവസ്ഥയിൽ ഇത് DRDOയുടെ കീഴിൽ വരുന്ന എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസി അല്ലെങ്കിൽ ADA എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തം ഉള്ളത്. ഇത് വൺസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞത് മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുള്ള കേന്ദ്രത്തിൻ്റെ കൺട്രോളിലുള്ള ഒരു നമ്മുടെ ഗവൺമെൻറ് കമ്പനി ആയിട്ടുള്ള HAL അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് അഡ്വാൻസ് ടെക്നോളജീസ്, സ്റ്റെൽത്ത്, അതുപോലെ തന്നെ ഫ്ലൈ ബൈ വയർ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏവിയോണിക്സ്, ഇങ്ങനെയുള്ള ടെക്നോളജീസൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പറയുന്നത്. അതുകൂടാതെ ഒരു ഇൻ്റഗ്രേറ്റഡ് വെഹിക്കിൾ ഹെൽത്ത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പുതിയൊരു ടെക്നോളജി ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്. അതായത് നമ്മുടെ എയർക്രാഫ്റ്റ് പീരിയോഡിക്കലായിട്ടുള്ള ഇൻ്റർവെൽസിൽ അത് സർവീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പാർട്സിൻ്റെ വെയർ ആൻഡ് ടയർ എത്രയാണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് കാലാവധി ആയിട്ടുണ്ടോ, അതിൻ്റെ ഹെൽത്ത് എങ്ങനെയാണ്, ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻ്റഗ്രേറ്റഡ് വെഹിക്കിൾ ഹെൽത്ത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പുതിയൊരു സിസ്റ്റം അതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു എയർക്രാഫ്റ്റിനകത്ത് ഇപ്പോൾ നമ്മൾ ഇൻഡിജീനിയസ്ലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ തേജസ് എയർക്രാഫ്റ്റും അത് ഇൻഡിജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ പവർ ചെയ്യുന്നത് ബേസിക്കലി അമേരിക്ക സപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ജനറൽ ഇലക്ട്രിക് എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഡിഫൻസ് മാനുഫാക്ചർ ഉണ്ട്. അവരുടെ F414 എന്ന് പറയുന്ന ഒരു എഞ്ചിനുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ തേജസ് എയർക്രാഫ്റ്റ് ഒക്കെ പറക്കുന്നത്. അതായത് നമുക്ക് സ്വന്തമായിട്ട് എഞ്ചിനില്ല. ഇപ്പോൾ കാവേരി എഞ്ചിൻ പ്രൊജക്റ്റൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അത് എവിടെ എത്താത്ത അവസ്ഥയിലാണ്. അപ്പോൾ സിമിലർലി ഈ പറയുന്ന ഇപ്പോൾ ഈ പ്രപ്പോസ് ചെയ്തിട്ടുള്ള 5th ജനറേഷൻ എയർക്രാഫ്റ്റും വൺസ് അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയും പവർ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഇനീഷ്യൽ അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് വേരിയൻറ്റിനെങ്കിലും, അതിനെ MK1 എന്നാണ് ഇപ്പോൾ പറയുന്നത്, Mark 1. സോ ഈ MK1 വേരിയൻറ്റിനെ പവർ ചെയ്യാൻ പോകുന്നത് ഈ സെയിം അമേരിക്കൻ എഞ്ചിനായിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഈ എൻജിൻസ്, എയർക്രാഫ്റ്റ് എൻജിൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസും വളരെ പൂവറാണെന്നുള്ളൊരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇതൊരു സ്റ്റെൽത്ത് 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നിലവിൽ ഓപ്പറേഷണൽ ആയിട്ടുള്ള 5th ജനറേഷൻ എയർക്രാഫ്റ്റുകളുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നും അത് ഏതൊക്കെയാണെന്നും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഇന്ന് ലോകത്തിൽ ഓപ്പറേഷണൽ ആയിട്ടുള്ള, അതായത് സൈന്യങ്ങൾ ഉപയോഗിക്കുന്ന 5th ജനറേഷൻ എയർക്രാഫ്റ്റുകൾ എന്ന് പറയുന്നത് 4 എണ്ണമാണ്. അമേരിക്കയുടെ കയ്യിലുള്ള F-22 റാപ്റ്റർ ഫൈറ്റർ എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് ഉണ്ട്. അമേരിക്കയുടെ തന്നെ ഒരു F-35 എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ചൈനയുടെ J-20 എന്ന് പറയുന്ന മറ്റൊരു എയർക്രാഫ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ റഷ്യയുടെ സുഖോയ് Su-57 എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് ഉണ്ട്. സോ ഈ 4 എയർക്രാഫ്റ്റുകളാണ് പ്രസൻ്റ്ലി ഓപ്പറേഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സൈന്യങ്ങളിൽ ഉപയോഗിക്കുന്ന 5th ജനറേഷൻ എയർക്രാഫ്റ്റുകൾ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് US, ചൈന, അതുപോലെ റഷ്യ എന്നീ 3 രാജ്യങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ നിലവിൽ സക്സസ്ഫുൾ ആയിട്ട് 5th ജനറേഷൻ എയർക്രാഫ്റ്റുകൾ ഡെവലപ്പ് ചെയ്തത് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളൂ എന്ന് അറിയാം. പക്ഷേ ഇത് കൂടാതെ ഇപ്പോൾ സൗത്ത് കൊറിയ അവരുടേതായിട്ടുള്ള ഒരു 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അവർ ആ എയർക്രാഫ്റ്റ് മാനുഫാക്ചർ ചെയ്ത് അതിൻ്റെ ട്രയൽസ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ടർക്കി ഇപ്പോൾ റീസെൻ്റ്ലി ഇത്തരത്തിൽ അവരുടെ ഒരു 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയെക്കാട്ടിലൊക്കെ ലെസ് കേപ്പബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയെക്കാട്ടിലൊക്കെ നമ്മളൊരു പവർ സ്റ്റേച്ചർ നോക്കുന്ന സമയത്ത് ഇന്ത്യയെക്കാട്ടിലൊക്കെ വീക്കർ ആയിട്ടുള്ള രാജ്യങ്ങൾ പോലും ഇത് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെന്നും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് സേല ടണലാണ്. സോ ഈ സേല ടണൽ എന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി അരുണാചൽ പ്രദേശിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് ആണെന്ന് പറയാം. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ടണലാണിത്. സോ ഇതിനെക്കുറിച്ച് ഇന്നലത്തെ മാർച്ച് 10 ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 1 ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സേല ടണൽ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ചൈന അതിർത്തി മേഖല, അരുണാചൽ പ്രദേശിലുള്ള ഇന്ത്യ ചൈന അതിർത്തി മേഖലകളിലെ തവാങ് സെക്ടറിലേക്ക് അതിൻ്റെ നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റി ആയിട്ടുള്ള ഗുവാഹട്ടിയിൽ നിന്ന്, അസാമിലെ ഗുവാഹട്ടിയിൽ നിന്ന് തവാങ്ങിനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് റോഡ് നെറ്റ്വർക്ക് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടണലാണ് ഈ സേല ടണൽ എന്ന് പറയുന്നത്. ഓൾറെഡി ഇവിടെ സേല പാസ് എന്നറിയപ്പെടുന്ന ഒരു മൗണ്ടെയിൻ പാസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം മഞ്ഞുകാലമായി കഴിഞ്ഞാൽ അതുവഴിയുള്ള ട്രാൻസ്പോർട്ടേഷൻ വളരെ ഡിഫിക്കൽട്ടാണ്. സോ ഇപ്പോൾ ഇവിടെ ടണൽ ഈ പറയുന്ന
പാസിൻ്റെ താഴത്തൂടെ ഒരു ടണൽ പണിതിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു ഓൾ ഇയർ, അതായത് നമുക്ക് 366 ദിവസവും പ്രത്യേകിച്ച് വെതർ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഇന്ത്യ ചൈന ബോർഡർ റീജിയൻസിലേക്ക് പട്ടാളക്കാരെയും എക്യുപ്മെൻസിനെയൊക്കെ എത്തിക്കാൻ ഇന്ത്യക്ക് ഇതിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്, ഈ സെല ടണൽ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഇത് ഗുവാഹട്ടി, തവാങ് എന്നീ 2 പ്രദേശങ്ങളെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു റോഡ് നെറ്റ്വർക്കിൻ്റെ ഭാഗമാണെങ്കിലും ഈ ടണൽ ഒരിക്കലും ഗുവാഹട്ടി സ്റ്റാർട്ട് ചെയ്ത് തവാങ്ങിൽ അവസാനിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കി. ഇത് ജസ്റ്റ് ഒരു 1/2 കിലോമീറ്ററോളം നീളം വരുന്നൊരു ചെറിയ ടണലാണ്. സോ ഈ ടണൽ കിടക്കുന്നത് അരുണാചൽ പ്രദേശിലുള്ള ഒരു സേല ചർബേല റിഡ്ജ് എന്ന് പറയുന്ന ഒരു മൗണ്ടൈൻ റീജിയൻ ഉണ്ട്. അവിടെ ഓൾറെഡി സേല പാസ് എന്നറിയപ്പെടുന്ന ഒരു പാസ് ഉണ്ട്, അതിൻ്റെ താഴത്താണ് അറിഞ്ഞിരിക്കുക. സോ ഇത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ്. ഇന്ത്യൻ ആംഡ് ഫോഴ്സസിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസൊക്കെ ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു ആമാണ് ഈ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. അവരാണിത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സേല ടണലിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത ടോപ്പിക്ക് അയർലൻഡ്സ് റഫറൻഡമാണ്. സോ അപ്പോൾ അയർലൻഡിൽ റീസെൻ്റ്ലി അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ചില മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു റഫറൻഡം നടത്തിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ജനഹിത പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ബേസിക്കലി ആ റഫറൻഡം എന്ന് പറയുന്നത് ഈ അയർലൻഡിലെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഈ ഫാമിലി, അതുപോലെ തന്നെ ഫാമിലിക്കകത്തുള്ള വുമൻസിൻ്റെ അല്ലെങ്കിൽ സ്ത്രീകളുടെ റോൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത് കുറച്ചും കൂടി ഒരു പാട്രിയാർക്കിക്കൽ ആയിട്ടുള്ള ഡെഫിനേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ മീനിങ് ആണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ അത് മാറ്റിയിട്ട് കുറച്ചും കൂടി ഒരു ലിബറൽ ആയിട്ടുള്ള മീനിങ് കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളതാണ് ഈ പറയുന്ന റഫറൻഡത്തിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനകത്ത് മെജോറിറ്റി ആളുകളും ഇതിനെ എതിർക്കുകയാണ് ചെയ്തത്. അതോടുകൂടി ഈ ഒരു റഫറൻഡം പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നലത്തെ മാർച്ച് 10 ഹിന്ദുവിൻ്റെ പേജ് 14 ഒരു ചെറിയൊരു റിപ്പോർട്ട് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അയർലൻഡിൽ ഇത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ചേഞ്ച് വരുത്തണോ വേണ്ടോ എന്നുള്ളതായിരുന്നു ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്ത് ചേഞ്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയർലൻഡിലെ ഫാമിലി സിസ്റ്റത്തെക്കുറിച്ചും അതുപോലെ തന്നെ അയർലൻഡിലെ സ്ത്രീകൾക്ക് ഉള്ള അവരുടെ സ്റ്റാറ്റസിനെ കുറിച്ചും അല്ലെങ്കിൽ അവരുടെ ഫാമിലീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റീസിനകത്തുള്ള അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് കുറച്ചും കൂടി ട്രഡീഷണൽ ആണ്, കൺസർവേറ്റീവ് ആണ് എന്നുള്ളതുകൊണ്ട് അതിനകത്തൊരു ലിബറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി സ്ത്രീകൾക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ പൊസിഷൻ കൊടുക്കുന്ന രീതിയിലുള്ളൊരു കാര്യമായിരുന്നു ഈ പ്രപ്പോസ്ഡ് അമെൻമെൻറ്റിനകത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടുത്തെ ജനങ്ങൾ അതിനെ തള്ളിക്കളയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് അബുദാബി മീറ്റിംഗ് ഓഫ് WTO ആണ്. സോ WTOയുടെ ഒരു മിനിസ്റ്റീരിയൽ മീറ്റിംഗ് ഇപ്പോൾ അബുദാബിയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ദ ഹിന്ദുവിൻ്റെ പേജ് 11 അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ WTOനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നേരത്തെ ഈ ഗാട്ട് എന്ന് പറയുന്ന ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു, ജനറൽ എഗ്രിമെൻ്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സക്സസറായിട്ട് 1995 WTO നിലവിൽ വരുന്നത്. അപ്പോൾ ഈ WTOയുടെ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത് അവരുടെ മിനിസ്റ്റീരിയൽ കോൺഫറൻസസ് ആണ്. അപ്പോൾ ഈ മിനിസ്റ്റീരിയൽ കോൺഫറൻസസിനകത്തെ 13ാമത്തെ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആണ് ഇപ്പോൾ അബുദാബിയിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഡിസിഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മറ്റുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട 2 ഡിസിഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 2024 ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 2024 പൂർത്തിയാകുമ്പോഴേക്കും ഒരു ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് ഒരു സ്പെഷ്യൽ ആൻഡ് ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ S&DTയുമായിട്ട് ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ വരുത്താൻ അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെമ്പേഴ്സ് തയ്യാറാവും എന്നുള്ളൊരു പ്ലഡ്ജ് അവരെടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി ഡെവലപ്പിംഗ് ആൻഡ് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിൻ്റെ കേസിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റുള്ള പ്രധാനപ്പെട്ട ഡിസിഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് WTOയിലേക്ക് പുതിയ കുറച്ച് മെമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് കമോറോസ്, തിമോർ ലെസ്റ്റെ എന്നീ രാജ്യങ്ങളെ WTOയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതോടുകൂടി WTOയിലെ മെമ്പർഷിപ്പ് 166 രാജ്യങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അതോടുകൂടി ലോകത്തിൻ്റെ ടോട്ടൽ ട്രേഡിൻ്റെ ഏകദേശം 98% WTO മെമ്പേഴ്സിലൂടെ കടന്നു പോകുന്നൊരവസ്ഥ വന്നിട്ടുണ്ട്. രണ്ടാമത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് 2024 ആകുമ്പോഴേക്കും അത് എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മോറട്ടോറിയം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മോറട്ടോറിയം ഇപ്പോൾ റിന്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ അടുത്ത മിനിസ്റ്റീരിയൽ കോൺഫറൻസ് വരെയോ അല്ലെങ്കിൽ 2026 മാർച്ച് 31 വരെയോ, ഇതിനകത്ത് ഏതാണോ ആദ്യം അതുവരെ ആ മോറട്ടോറിയം കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ട്രിപ്സുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയും.
ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ WTOയുടെ കീഴിൽ വരുന്നൊരു എഗ്രിമെൻ്റാണ് ട്രിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില മൊറട്ടോറിയംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ട്രിപ്സുമായിട്ട് ബന്ധപ്പെട്ട് COVID-19 പാൻഡമിക്കിൻ്റെ കേസിൽ ചില വേവേഴ്സ് അല്ലെങ്കിൽ ചില റിലാക്സേഷൻസ് എസ്പെഷ്യലി ഡെവലപ്പിംഗ് കൺട്രീസിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് തർക്കങ്ങളുണ്ട്. കാരണം ഈ ട്രിപ്സിൻ്റെ ഒക്കെ കേസിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെവലപ്ഡ് രാജ്യങ്ങൾ ഈ ട്രിപ്സ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് പറയുന്നവരാണ്. പക്ഷേ ഇന്ത്യ, ചൈന പോലുള്ള രാജ്യങ്ങൾ ഇത് കുറച്ചും കൂടി ഡെവലപ്ഡ് ആൻഡ് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിന് കുറച്ചും കൂടി റിലാക്സേഷൻ വേണമെന്ന് പറയുന്നവരാണ്. അപ്പോൾ അതിൻ്റെ കേസിൽ ഒരു സം കൈൻഡ് ഓഫ് ലാക്ക് ഓഫ് കൺസെൻസസ് ഈ രാജ്യങ്ങൾക്കിടയിലുണ്ടെന്ന് മനസ്സിലാക്കി, എസ്പെഷ്യലി മെഡിസിൻസുമായിട്ട് COVID-19 ഒക്കെ മെഡിസിൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു കാര്യം ഒരു പ്ലൂറിലാറ്ററൽ എഗ്രിമെൻറ്റ്സ് ആൻഡ് ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റേഷൻ ഫോർ ഡെവലപ്മെൻറ്റ് IFD എന്ന് പറയും. അതിനകത്തൊക്കെ ഒരു സം കൈൻഡ് ഓഫ് ഡിസ്കഷൻസും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചർച്ചകൾ പുരോഗമിക്കുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അത് പെസിസിർ സെലാട്ടൻ റീജൻസിയാണ്. സോ ഈ ഒരു പ്രദേശം കിടക്കുന്നത് ബേസിക്കലി ഇന്തോനേഷ്യയിലെ സുമാത്രൻ ഐലൻഡിലുള്ള വെസ്റ്റ് സുമാത്ര പ്രൊവിൻസ് എന്ന് പറയുന്നൊരു പ്രൊവിൻസ് ഉണ്ട്. അവിടെ കിടക്കുന്ന ഒരു ചെറിയൊരു റീജൻസിയാണ്. റീജൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഡിസ്ട്രിക്റ്റുകൾ എന്നൊക്കെ പറയുന്നതിന് സിമിലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്തോനേഷ്യയിലുള്ള റീജൻസി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് ഈ സ്ഥലം. അപ്പോൾ ഇത് ന്യൂസിൽ വരാനുള്ള കാരണം അവിടെ വലിയ രീതിയിലുള്ളൊരു ഫ്ലാഷ് ഫ്ലഡും ലാൻഡ് സ്ലൈഡും കാരണം കുറേ നാശനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു ഏരിയനെ കുറിച്ചിട്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് അത് എവിടെയാണെന്നൊന്ന് മനസ്സിലാക്കുക. ഇന്തോനേഷ്യയിലെ സുമാത്രൻ ഐലൻഡിൽ വെസ്റ്റേൺ സുമാത്ര എന്ന് പറയുന്ന പ്രൊവിൻസിലാണ് ഇത് കിടക്കുന്നതെന്ന് മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് ഇന്തോനേഷ്യയിലാണെന്നും സുമാത്രയിലാണെന്നെങ്കിലും അറിഞ്ഞിരിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിന് അത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.